ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് എടുത്തു വച്ചിട്ടുള്ളത്. അധികം പഴുത്തിട്ടില്ല, സെമി പഴുപ്പാണത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടെന്നുള്ളൊരു പുതിയൊരു ഐറ്റം റെഡിയാക്കാൻ പോവുകയാണ്. നമ്മൾ ചോറിനൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടൊന്ന് തയ്യാറാക്കുന്നത്. എന്താണെന്ന് നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊന്ന് ട്രൈ ചെയ്യാണ്. എൻ്റെ അമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടിരുന്നൊരു ഐറ്റമായിരുന്നു. അപ്പോൾ ആ പഴയ ഓർമ്മയൊന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കും കൂടി വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ഇനിയും ഞാനിരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ കൂഞ്ഞെന്ന് പറയും, ആ സാധനം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് അധികം പഴുപ്പില്ല, ഒരു ചെറിയ പുളിയോട് കൂടിയ ഒരു പൈനാപ്പിളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ എല്ലാ പീസും നല്ല കൂഞ്ഞൊക്കെ കട്ട് ചെയ്തു. ഇനി നമ്മളത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഈ ഫ്രൂട്ട് സാലഡിലൊക്കെ ഇടുന്ന പോലെ ചെറിയ ചെറിയ പീസൊക്കെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മളതൊന്ന് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം പൈനാപ്പിൾ കുറച്ച് വെള്ളമയമുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട. അതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണ്. അതവിടെ ഇരുന്ന് വേവട്ടെ. 2 സവാള, ഒരു മീഡിയം സൈസ് സവാള 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ, പഴുത്ത് തുടങ്ങിയ പച്ചമുളക്. ഇനി നമ്മൾ ഈ സവാള ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് നോക്കണേ, നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഒരു കട്ടിയുള്ള ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു അരപ്പുണ്ട്. നമ്മളിത് തീയലിന് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിത് കുറച്ചധികം വറുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അത് നമ്മളിതൊന്നൊരു നമ്മുടെ മെഷറിംഗ് കപ്പിന് 1 കപ്പ് വറുത്ത തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ടാണ് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ആ തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുക്കണം. അതോടൊപ്പം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻ പുളി, അതൊന്ന് വെള്ളം ഒഴിച്ചിടാം. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഉരുകി വരുന്നത് വരെ, ഇളകി വരുന്നത് വരെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിടാം. നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ തേങ്ങ അരപ്പിനകത്ത് നല്ലപോലെ മുളക് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഇനി പുളി പിഴിഞ്ഞ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഏകദേശം ആ പുളിയൊക്കെ അതിലൊക്കെ ഒന്ന് പിടിച്ചും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ തീയലിൻ്റെ അരപ്പാണ് ഇത് ശരിക്കും. ഇത് നമ്മൾ കപ്പും കൂടെയൊക്കെ ഒന്ന് കഴുകി ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. പുളിയൊക്കെ ചേർത്ത് കാണാം, അപ്പോൾ അതിന് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടെയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. നല്ല കലക്കിയ മോരോ
തൈരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്താൽ ഒരു സൈഡ് ഡിഷ് പോലും ഇതിൻ്റെ കൂടെ വേണ്ട കേട്ടോ, അത്ര ടേസ്റ്റാണേ. ഇതിലേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ആ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഈ കഷ്ണമൊക്കെ നന്നായി, അരപ്പൊക്കെ നന്നായി തിളച്ചതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ തീയലാണ്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ആ ഉള്ളി വരട്ടി ആ ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക്, മുളക്, 2 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു 3-4 ചെറിയ ഉള്ളി അതും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില, ഇത്ര സാധനമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കറിയിലോട്ട് ചേർക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവും പുളിയും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ഒത്തുകൂടിയ ഒരു കറിയാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.